ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. രാവിലെ ദാ ഏകദേശം മഴയൊക്കെ ചോർന്നിട്ട് ചെറുതായിട്ട് പാറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തലേന്ന് തന്നെ അരിയും കാര്യങ്ങളൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ കേകി എടുത്തതിന് ശേഷം ദാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിയും അതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ട് ചോറും നല്ല സോഫ്റ്റിന് വേണ്ടിയിട്ട് ചോറും വെള്ളവും ഇട്ടിട്ട് നല്ല പോലെ ദാ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 തവണയായിട്ടാണ് ഞാൻ ഈ മാവ് അരിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓട്ടടൻ്റെ റെസിപ്പി ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു സോഫ്റ്റും നമ്മൾ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ഓവറായിട്ട് ലൂസായും പോവരുത്, എന്നാൽ ഓവറായിട്ട് ടൈറ്റായും പോവരുത് കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി അടുപ്പിൻ്റെ തിണ്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ആയിട്ടിപ്പോൾ അടുപ്പ് തീയൂട്ടാറില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഉള്ള വിറകൊക്കെ നനഞ്ഞിട്ട് കത്താതായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വെയിൽ കിട്ടുന്ന സമയത്ത് വിറകൊക്കെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം വേണം എന്താ പറയുക അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അടുപ്പിൽ തീയൂട്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഒരു ദിവസം വെയിൽ കിട്ടിയപ്പം കുറേശ്ശെ എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ട് വേറെ മഴ കൊള്ളാത്ത ഏരിയയിൽ വെക്കും കേട്ടോ. നമ്മളെ വിറകട്ടിയും കാര്യങ്ങളൊക്കെ കെട്ടിമറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ വിറകും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ട് മൂടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മഴ നല്ല പോലെ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ നനയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിൽ കിട്ടിയപ്പോൾ അടുപ്പൊക്കെ വെയിൽ കിട്ടിയപ്പോൾ ഞാൻ വിറകും കാര്യങ്ങളൊക്കെ ഉണക്കിയെടുത്തിട്ട് ഇപ്പോൾ അടുപ്പത്ത് തന്നെ ഓട്ടട ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓട്ടട കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യത്തെ ബാറ്റർ ഓട്ടട നല്ല പോലെ തന്നെ മാഷാ അല്ലാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓട്ടട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടും കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഓട്ടട വേഗം ചുട്ടെടുത്തത് ഇഷു ചായ കുടിച്ച് മദ്രസക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ അവനക്ക് ഉള്ളത് വേഗം മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. അവന് പിന്നെ അധികം കറിയൊന്നും കൂട്ടാറില്ല കേട്ടോ, പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഓരോ ഓട്ടട ആയിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു രാവിലത്തെ ആ ഒരു ചായക്കുടിയും കാര്യങ്ങളും ഈ ഒരു ടൈമിൽ തന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓട്ടട മൊത്തം ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലേക്കുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചെറിക്കുള്ളത് വേഗം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് ചെറിയ രാവിലെ തന്നെ കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് എന്താ ഇപ്പോൾ വിറകടുപ്പിൽ തീ കൂട്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രാവിലെ ആയാൽ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. ചെതലൊക്കെ എല്ലായിടത്തും വീണെടുക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ അത്യാവശ്യം തോനെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാ ഇവിടുന്ന് മാറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം അത്രക്കും എന്താ പറയുക ഇതായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനാണ്, കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ. പിന്നെ ഇങ്ങനെ ആലോചിക്കും എന്തായാലും ഇതില്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനപ്പെടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. നമ്മളേക്കാൾ കൂടുതൽ താഴോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടൊന്നും ഒന്നല്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കടയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാടും തോടൊക്കെ കടന്നിട്ടാണ് കേട്ടോ കടയിലേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കൊരു റോഡുണ്ട്, ആ റോഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും നമ്മൾ കടയിലെത്തൂല കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ റോട്ടിന് പോകട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്തു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തലേന്ന് മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൽ ബാക്കി വന്നപ്പം ഞാനും നെയ്നും മാത്രമാണല്ലോ, അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെയും മന്തിയും പെരി പെരി ചിക്കനാണ് കേട്ടോ. അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴിക്കണതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ.
അത് കഴിഞ്ഞേരാണ് മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മിക്സി കുറേ ദിവസമായിട്ടോ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. ഇത് സുജാതൻ്റെ മിക്സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഇതിൻ്റെ ആ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. മിക്സീൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു ബ്രഷിൻ്റെ ആ ഒരു വായ്ഭാഗം പോയിട്ട് എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ബ്രഷ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ബ്രഷിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്കൊരാൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടാണ് ഇപ്പം നമ്മളെ കയ്യിൽ വിമ്മില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേതുണ്ടല്ലോ വിമ്മ് കട്ടൻ്റെ ആ ഒരു ഇതില്ലേ അതാണ് കേട്ടോ. അതെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലാക്കിയതിന് ശേഷമാണ് ഇതേപോലെ തുടച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല പോലെ അമർത്തി ഇതാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കറിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ 99% ഇതുപോലത്തെ കറിയും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. ബാക്കി 1% എന്തായാലും ഇതിലുണ്ടാവും. കാരണം അത്രത്തോളം നമുക്ക് നല്ല പോലെ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ മൊത്തം എല്ലാ ഭാഗത്തും ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇതുപോലെ മിക്സി ആയിക്കോട്ടെ, നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല പോലെ കറ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ഇതേപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നത് കേട്ടോ. അത് മിക്സിൻ്റെ ഈ ഒരു അടപ്പില്ലേ, ആ അടപ്പും ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ തുടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ പഴയ രീതിയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യമുള്ള മിക്സിയും ഇപ്പോഴുള്ള മിക്സിൻ്റെയും വ്യത്യാസം കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയതിന് ശേഷം ഇതാ ഇഷ്യൂ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഒറ്റക്കാകുമ്പം ചായയും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ചായ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മക്കൾക്ക് ചായ കാച്ചിയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ എനിക്കൊരു ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് അവർക്ക് ഞാൻ ആദ്യം തന്നെ ചായ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ചായക്ക് കടിയായിട്ട് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കൊലായിൽ വന്നിട്ട് വെറുതെ മുറ്റത്തേക്കൊക്കെ നോക്കി നിന്നിട്ട് വേണം കേട്ടോ ചായ കുടിക്കാൻ. ഇതിപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നല്ല രസമാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണൊന്നും ഇല്ലാതെ ഇതേപോലെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് കൊലായിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ചെറിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചെറുതായിട്ട് പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സാജിദ താത്ത എന്ന് പറയുന്ന താത്താക്ക് ഹായ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.